റഫാൽ വിമാനങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വാങ്ങിയതും വലിയ വിഖ്യാതമായ രീതിയിൽ തന്നെ അത് വായിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും 26 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുകയാണ്. 63,000 കോടി രൂപയുടെ ഇടപാടിന് ഫ്രാൻസുമായി ഒരുങ്ങുന്നു. 22 സിംഗിൾ സീറ്റർ വിമാനങ്ങളും 4 ട്വിൻ സീറ്റർ വിമാനങ്ങളുമാണ് ഇക്കുറി വാങ്ങാൻ പോകുന്നത്. നിലവിൽ നമുക്ക് 36 റഫാൽ വിമാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പുതുതായി വാങ്ങുന്നത് വ്യോമസേനയ്ക്കാണ്. പക്ഷേ നാവികസേനയാണ് ഇപ്പോൾ റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത്. റഫാൽ എം-ജെറ്റ് അഥവാ മറൈൻ ജെറ്റുകളാണ് വാങ്ങുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. വ്യോമസേന നമുക്കറിയാം, റഫാൽ വിമാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ അതിന് പ്രതിരോധ ശേഷിയുള്ളതാണ്, അതിൽ ഒക്കെയുള്ളതാണ്. ഇവിടെ നമ്മൾ റഫാൽ എം-ജെറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യ പസഫിക് കടലുകളിൽ അവിടെ വലിയ രീതിയിൽ ചൈനയുടെ ആധിപത്യം ഉണ്ടാകുന്നു, അധിനിവേശം ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ റഫാൽ എം-ജെറ്റ് വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനം. അതായത് നിലവിൽ നമ്മൾ മിഗ് 29 ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിൽ അതിന് പകരമായിരിക്കും റഫാൽ എം-ജെറ്റുകൾ ഉപയോഗിക്കുക. INS വിക്രാന്തിലായിരിക്കും ഇതിന് ഉപയോഗം ഉണ്ടാവുക. അതായത് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ റഫാൽ എം-ജെറ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ബോയിങ് F-18A ഒപ്പം റഫാൽ എം-ജെറ്റ് ഇത് രണ്ടും പരീക്ഷിച്ചതിന് ശേഷമാണ് റഫാൽ എം-ജെറ്റ് തന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ മൈക്രോവേവ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് വന്ന് ലാൻഡ് ചെയ്യാൻ ഈ ജെറ്റ് വിമാനത്തിന് ശേഷിക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഒറ്റ പറക്കലിൽ 4,000 കിലോമീറ്ററോളം 3,700 കിലോമീറ്റർ ദൂരമാണ് ഈ റഫാൽ എം-ജെറ്റ് വിമാനങ്ങൾക്ക് എത്താനാവുക. സാധാരണ റഫാൽ വിമാനമുണ്ട്, ആ റഫാൽ വിമാനത്തേക്കാൾ വലുതാണ് റഫാൽ എം-ജെറ്റുകൾ എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ചിറകുകൾ മടക്കാൻ സാധിക്കും. റഫാൽ വിമാനങ്ങൾക്ക് സാധ്യമല്ല, പക്ഷേ റഫാൽ എം-ജെറ്റിന് സാധ്യമാണ്. ഒപ്പം തന്നെ റഡാർ സിസ്റ്റം, സമുദ്രത്തിൽ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള റഡാർ സിസ്റ്റം ഇതിൽ ഉണ്ടാകും. ഒപ്പം ഒരുപാട് ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകും. രാത്രിയും പകലും ഒരുപോലെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനും തയ്യാറാകുന്ന രീതിയിലാണ് റഫാൽ എം-ജെറ്റിന്റെ പ്രവർത്തനം ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ജെറ്റ് വിമാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കാരിയർ ഡെക്കിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ വിമാനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. അതായത് അടിമുടി എത്രയും പെട്ടെന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വണ്ണത്തിലാണ് ഈ റഫാൽ എം-ജെറ്റ് വിമാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തുക 63,000 കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ തരത്തിൽ അതിന്റെ സംവിധാനങ്ങളൊക്കെയും ഒപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഉള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കും ആലോചനകൾക്കും ചിന്തകൾക്കും ഒടുവിലാണ് നാവികസേന റഫാൽ എം-ജെറ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.